ഹായ് എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ നെലാമറ്റം മക്കാം ഉറൂസിന് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഡിസംബർ 16 മുതൽ 25 വരെയാണ് സാധാരണ മക്കാം ഉറൂസ് നടക്കുന്നത്. മലയാള മാസം തനു 1 മുതൽ 10 വരെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ധൻപത്ത് നിന്നാണ് മക്കാം ഉറൂസിനെ അറിയപ്പെടുന്നത് കേട്ടോ. അത് വലിയൊരു ഉത്സവം പോലെയാണ് കേട്ടോ. ഭയങ്കര സന്തോഷമുള്ള ദിവസങ്ങളായിരിക്കും. അപ്പോൾ കുട്ടികളൊക്കെ റെഡിയായി നിന്നിട്ടുണ്ട്. ഇന്ന് ശനിയാഴ്ചയായിരുന്നു. അപ്പോൾ ശനിയാഴ്ച എടുത്ത വീഡിയോ ആണിത് കേട്ടോ. അപ്പോൾ ഒരു വൈകുന്നേരം 4:30 ആകുമ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നേരെ ബസ് കയറി നമ്മൾ നിലാമത്തെത്തി സിയാറത്തൊക്കെ കഴിഞ്ഞ് പള്ളിയുടെ ബേക്കിലുള്ള ഈ ഒരു കിണറിൻ്റെ അടുത്തെത്തി കേട്ടോ. അപ്പോൾ ഈ ഒരു കിണറിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഒരു 2 കോല ആഴയുള്ളൂ. പക്ഷേങ്കിൽ പാറയാണ് അടിയിൽ. പക്ഷേ എന്താ പറയുക, വറ്റാത്ത വെള്ളമാണിതിൽ. ഒരിക്കലും വറ്റാത്തൊരു കിണറാണിത്. ഇപ്പോൾ വേറൊരു കിണറും കൂടി അവിടെ കുത്തിയിട്ടുണ്ട്. അതിലും ഇതേപോലെ ഈ ഒരു 2 കോല ആഴയുള്ളൂ. പക്ഷേങ്കിൽ വെള്ളം വറ്റില്ല. അതൊരു വലിയൊരു അത്ഭുതം തന്നെയാണ് കേട്ടോ. എത്രയോ ആൾക്കാർ വെള്ളം കിട്ടാണ്ട് ഇങ്ങനെ എത്രയോ കിണർ ഒഴിച്ചിട്ടും വെള്ളമില്ലാതെ നിൽക്കുമ്പോൾ ഇവിടെ നിലാമറ്റെന്നും ഇതേപോലെ ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ. കിണറല്ല, ഇപ്പോൾ ഒരു കുളം പോലെയാണല്ലോ, കിണറായിട്ടല്ല, കുളം പോലെയാണ് അതിൻ്റെ ഷേപ്പ്. ഇതാണ് നമ്മുടെ നിലാമറ്റം പള്ളി എന്ന് പറയുന്നത് കേട്ടോ. ഒരുപാട് പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. ദൂരത്തു നിന്നൊക്കെ ഒരുപാട് ജനങ്ങളെന്നും വരുന്നതാണ് കേട്ടോ. അന്നദാനത്തിൻ്റെ അന്നൊക്കെ വലിയ തിരക്കായിരിക്കും. ഈ റോഡ് ഫുള്ള് ജനങ്ങളായിരിക്കും കേട്ടോ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, നിന്ന് തിരിയാൻ പറ്റില്ല, അത്രയ്ക്ക് ജനങ്ങളായിരിക്കും അന്നദാനത്തിൻ്റെ അന്ന്. ഇപ്പോൾ പള്ളീൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ചന്തയൊക്കെ ഉള്ളത്. അപ്പോൾ സിയാറത്തും വെള്ളം കുടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ചന്തയിലേക്ക് വന്നു. കുട്ടികൾക്ക് പിന്നെ അതാണല്ലോ മെയിൻ. അപ്പോൾ പണ്ടത്തെ കുറേ മിഠായിസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഇങ്ങനെ കടലൊക്കെ വാങ്ങി കഴിക്കില്ലേ, മണിക്കടലയും പച്ചക്കടലയും അങ്ങനെ എല്ലാവിധ കടലകളും ഇണ്ടിയും അങ്ങനെ പല പല സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇതാ പൊരിയുണ്ട്, പിന്നെ നുറുക്കുണ്ട്, ഹൽവ, ഒരുപാട് വെറൈറ്റി ഹൽവകളുണ്ടായിരുന്നു കേട്ടോ. കുറേ ടോയ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതേപോലെ 20-30 രൂപയുടെ സാധനങ്ങളൊക്കെ വിൽക്കുന്നതുണ്ട്. പിന്നെ നല്ല ചട്ടികളുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവിടുന്ന് ഒരു ചട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഫുഡ് കോർണറുകളുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു പാവ് ബജി കഴിച്ചു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. റേറ്റ് ഇച്ചിരി കൂടുതലാണെന്ന് തോന്നി. ഒരു 80 രൂപയാണ് ഈ ഒരു പ്ലേറ്റിന്. പക്ഷേ 2 ബൺ മാത്രമേ തന്നുള്ളൂ. പക്ഷേ ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ, നല്ല ടേസ്റ്റ് കേട്ടോ, അടിപൊളിയായിട്ട്. ബട്ടറിലായതുകൊണ്ടാണോ എന്നറിയില്ല ഇതിന് ഇത്ര റേറ്റ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ പാവ് ബജി എല്ലാവർക്കും ഇഷ്ടമായി. കുട്ടികളൊക്കെ കഴിച്ച് അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. ആ കസേര ഇട്ട് ഇരിക്കുന്നത് കണ്ടില്ലേ, നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ളൊരു സെറ്റപ്പാണ് കേട്ടോ. നല്ല തിരക്കായിരുന്നു കേട്ടോ. പിന്നെ ഈ പൊട്ടറ്റോ ട്വിസ്റ്റേഴ്സ് ഇല്ലേ, അപ്പോൾ കുട്ടികൾ ഇത് വേണമെന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് വാങ്ങിക്കൊടുത്തു. ഇതിൻ്റെ അവിടെ എങ്കിൽ എൻ്റെ റബ്ബേ പറയണ്ട, ക്യൂ എന്ന് പറഞ്ഞാൽ അമ്മാതിരി ക്യൂവാ. ഇതായി കിട്ടണ്ടേ, കുട്ടികൾക്കൊക്കെ ഇത് മതി. അപ്പോൾ പിന്നെ വലിയൊരു ക്യൂ ആയിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ ഇഷ്ടപ്പെട്ട് കഴിക്കുന്നുണ്ട്. വലിയ കുഴപ്പമില്ല, അത്രേ പറയാൻ പറ്റും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇതേ ബസ് കാത്തിരിക്കുകയാണ്. മഗ്‌രിബായിട്ടുണ്ട്. ഇതാണ് മഗ്‌രിബിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. പള്ളിയിൽ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരെ ബസ്സൊക്കെ കയറി വീട്ടിലെത്തി. കുറച്ച് സാധനം ഞാൻ വാങ്ങിയിട്ടുള്ളത്, ഒരുപാട് സാധനമൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. സാധാരണ നമ്മൾ ഉറൂസിന് പോയാൽ ഈ ഒരു അരിമുറുക്ക് കപ്പേൻ്റെ മുറുക്കില്ലേ, ആ ഒരു മുറുക്കും പിന്നെ ഈ ഒരു മുറുക്കിനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കറുത്ത ഹൽവയാണ് നമുക്കെല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ ചക്ക ഹൽവനാവുന്ന ടേസ്റ്റ് നോക്കാൻ വേണ്ടി ചെറിയൊരു പീസ് കേട്ടോ, ഒരു 1/4 കിലോ വാങ്ങിയതാണ്. വലിയ ഇഷ്ടമൊന്നുമായിട്ടില്ല എനിക്ക്. മുറുക്ക് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ 2 വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ചട്ടകം എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. 30 രൂപയാണ് ഈ ചട്ടകത്തിന്. നല്ല അടിപൊളി ചട്ടകമാണ്.
അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനൊന്ന് വാങ്ങി. പിന്നെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ, വാങ്ങാനാണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ വാങ്ങിയത്. പിന്നെ ഒരു ചിരട്ടക്കയിലും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് പറ്റുന്ന ഒരു ദിവസം ഞാൻ എന്തായാലും നിങ്ങൾക്ക് നിലാമറ്റും മക്കാം ഒന്ന് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.